പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ കരുവന്നൂരിൽ പണം കിട്ടരുന്നുള്ള ദുഷ്ടലാക്കി വെച്ചുകൊണ്ടാണ് ആ സമയം പൊളിച്ചത്. AC മൊയ്തീൻ കരുവന്നൂർ തമ്പടിച്ചുകൊണ്ട് ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുക ചെയ്തത്, മറ്റവർക്ക് ബിനാമിയായിട്ട് കൊടുക്കുന്നത് കൂട്ടുനിൽക്കുക ചെയ്തത്. ഇപ്പോൾ പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് 10 കൊല്ലമായി അവിടെ തട്ടിപ്പ് നടത്തിയിട്ട് അവിടെ 70 കോടിയുടെ തട്ടിപ്പാണ് നടത്തിക്കുന്നത്. അവിടെ MK കണ്ണനൊക്കെ നിരന്തരം അവിടെ വന്നു പോകുന്നു എന്ന് അവിടെ നിക്ഷേപകർ പറയാറുണ്ട്, ഞങ്ങൾക്ക് തെളിവില്ല. ഏകദേശം ഒരു 100 കോടിയിൽ മേലെ അവിടെ തട്ടിപ്പുണ്ട്. അത് CPM ആണ്. 80 കോടി ഇതിനകം എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്മെൻറ്റ് ഓർഡർ PMLA കോടതിക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന 2 വിഷയങ്ങളിൽ ഒന്നാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്. സാമ്പത്തികമായി വലിയ തട്ടിപ്പാണ് അവിടെ നടന്നത്. അതിൻ്റെ പരാതിക്കാരൻ MV സുരേഷിനോടൊപ്പമാണ് മലയാളി വാർത്ത ഇന്ന് നിൽക്കുന്നത്. ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അതിൽ പറ്റിക്കപ്പെട്ടവർക്ക്, സാമ്പത്തിക തട്ടിപ്പിനിരയായവർക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. 5 പേരാണ് സാമ്പത്തിക തട്ടിപ്പിനിരയായി മരണപ്പെട്ടത്. എന്തായാലും സുരേഷ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ED അന്വേഷണം ശക്തമാകുന്നുണ്ട്. ഇനിയെങ്കിലും ഈ സാമ്പത്തികമായി ഇരയാകപ്പെട്ടവർക്ക് പണം തിരികെ കിട്ടാൻ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ? കാരണം ഇവർ നിയമ പോരാട്ടത്തിലാണ്. ആ പോരാട്ടം എന്ന് വിജയം കാണും? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരം നമുക്ക് സുരേഷിനോട് തന്നെ ചോദിക്കാം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം കരുവന്നൂർ ബാങ്ക്, സഹകരണ ബാങ്കുകളുടെ തട്ടിപ്പാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതിലെ പരാതിക്കാരനാണ്. കഴിഞ്ഞ തവണ ഞാനിവിടെ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞതാണ്, അടുത്ത് വരുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല എന്നുള്ളത്. സത്യത്തിൽ അന്ന് ചെറിയ ഭയത്തോടെയാണ് പോയത്. കാരണം അടുത്തിനി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു ഭയം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന ഒരാളാണ്. ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാനുള്ള കാരണവും ഈ തട്ടിപ്പ് ഇത്രയും കോടികളുണ്ട് എന്ന് അറിഞ്ഞതും എങ്ങനെയാണ്? മേഡം, ഞാൻ കരുവന്നൂർ പറയുകയാണെങ്കിൽ ഈ പോരാട്ടം നടന്ന് 21 കൊല്ലമായി ഈ കരുവന്നൂരിൻ്റെ തട്ടിപ്പുകാർക്കെതിരെയുള്ള ഈ സമരം തുടങ്ങിയിട്ട്. 2003 തൊട്ട് 2024 എത്തി നിൽക്കാൻ 2 ദശകങ്ങൾ കടന്നിട്ടുണ്ട്. എൻ്റെ സമര പോരാട്ടത്തിൻ്റെ ദിവസങ്ങളുടെ എണ്ണം നോക്കിച്ചാൽ, നാളുകളുടെ എണ്ണം നോക്കിച്ചാൽ ഏകദേശം ഒരു 400 കോടിയുടെ മേലെയാണ് ഇവിടെ തട്ടിപ്പ് നടന്നത്. തട്ടിപ്പ് നടന്നെന്ന് മാത്രമല്ല, ദേശദ്രോഹ പ്രവർത്തനം അടക്കമുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ, അങ്ങനെ തൊട്ടനവധി ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്കും കരുവന്നൂർ ബാങ്കിനെ CPM ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകം തന്നെ 10 പേരോളം മരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചികിത്സയ്ക്ക് പണം കണ്ട 8 പേര്, 2 പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഒരു ഭീഷണി പോലും. പിന്നെ അനുബന്ധമായിട്ട് ഇവർ പാവപ്പെട്ട ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ട്, പണക്കൈ തട്ടിപ്പുകാരുടെ പണം ഈടാക്കാതെ പാവപ്പെട്ട ആൾക്കാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ബാങ്കിൽ പണം കണ്ടെത്തൽ തന്ത്രപ്പാട് ചെയ്തപ്പോൾ അതിന് മനം നൊന്ത് അറ്റാക്കൊക്കെ വന്നിട്ട് അങ്ങനെ 2 പേരോളം മരിച്ചിട്ടുണ്ട്. 12 പേരോളം, 1 ഡസൻ ആളുകളുടെ ജീവനാണ് ഈ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് ഈ കരുവന്നൂരിൽ പൊലിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വ്യാപകമായ പ്രതിഷേധം എല്ലാ ഭാഗത്തും നിലനിൽക്കുന്നുണ്ട്. സുരേഷ് കരുവന്നൂർ ബാങ്കിലെ ജീവനക്കാരനായിരുന്നില്ലേ? അതെ. ആ സമയത്ത് ഒരുപാട് നിക്ഷേപങ്ങളൊക്കെ ബാങ്കിൽ ഉണ്ടായിരുന്നു. എപ്പോഴാണ് ഈ തട്ടിപ്പ് നടന്നു എന്ന് തോന്നിയത്? ഏത് സമയത്താണ്? സത്യം ഞാൻ പറയാമല്ലോ മേഡം, ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി കൂടിയത് ഈ 2014-15 ശേഷമാണെങ്കിലും ഒട്ടുമിക്ക തട്ടിപ്പുകൾ തുടക്കം എന്ന് പറയുന്നത് CK ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ മറ്റേ MK ബിജോയ് തുടങ്ങിയ ടീമുകൾ കരുവന്നൂർ ബാങ്ക് നടത്തിയാണ്. അത് 2003 തൊട്ടേ ഉണ്ട്. തുടക്കം അവിടെയാണ്. റബ്കോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തട്ടിപ്പിൻ്റെ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ അന്ന് തൊട്ട് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ ഇതുവരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ശരിക്കും ഞാനിപ്പോൾ അന്നൊക്കെ CPMൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു ഉൾപാർട്ടി സമരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്ക് എന്തെങ്കിലും ദോഷം വരാതിരിക്കാൻ വേണ്ടി സംഘടനയ്ക്ക് അകത്ത് ചർച്ച ചെയ്യുന്നതിനെ പറയും ഉൾപാർട്ടി സമരം എന്ന് പറയും. അത് കറക്റ്റാണ്. പക്ഷെ അത് ചെവി കൊണ്ടില്ലെന്ന് മാത്രമല്ല, ഈ ബേബി ജോൺ മാഷുക്കും AC മൊയ്തീനും പരാതി കൊടുത്തിട്ട് പോലും അതുമ്പോൾ കൃത്യമായൊരു നിലപാടെടുക്കാനോ അല്ലെങ്കിൽ നടപടി എടുക്കാനായിട്ടോ പാർട്ടി നേതൃത്വം മുതിർന്നില്ലെന്ന് മാത്രമല്ല, AC മൊയ്തീൻ കരുവന്നൂർ തമ്പടിച്ചുകൊണ്ട് ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുക ചെയ്തത്, മറ്റവർക്ക് ബിനാമിയായിട്ട് കൊടുക്കുന്നത് കൂട്ടുനിൽക്കുക ചെയ്തത്. അങ്ങനെ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ നിലവിലെ MLA ആയ AC മൊയ്തീൻ കൃത്യമായ പങ്കുണ്ട്. അതിൻ്റെ എല്ലാവിധ സോളിഡ് പ്രൂഫ് അടക്കം ED അധികൃതർക്ക് BJP നേതൃത്വവും മറ്റു പരാതിക്കാരൻ നിലയ്ക്ക് ഞാനും സമർപ്പിച്ചിട്ടുണ്ട്. ഈ സുരേഷ് ഗോപിയുടെ പദയാത്ര, ഇതൊക്കെ കരുവന്നൂർ ഈ സാമ്പത്തിക തട്ടിപ്പിനിരയായവർക്ക് എത്രത്തോളം ആശ്വാസം കിട്ടിയിട്ടുണ്ട്? സ്വാഭാവികമായിട്ടും മേഡം, ഇപ്പോൾ ഇവിടെ ഞാൻ പറയും, ഇപ്പോൾ CPM-ഉം മാത്രം കുറ്റമാണ്, CPI കൂടി 2 പാർട്ടികളും ചേർന്നിട്ടുണ്ട് ഇവിടെ ഭരണം നടത്തിയിരുന്നു, ഭരണസമിതി. അപ്പോൾ ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നപ്പോൾ ഇപ്പോൾ സുനിൽകുമാർ ഒരു രാഷ്ട്രീയ അങ്ങനെ തള്ളി പറയുന്ന ആളല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് ഇവിടെ ഇത്രയും
പാവപ്പെട്ട ആളുകൾ, ഇപ്പോൾ ഈ ചെങ്കൊടി പിടിച്ച ആളുകൾ കഷ്ടപ്പെട്ട് മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും ഒരു CPIയുടെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കാനും സ്വാതന്ത്ര്യ വാക്കുകൾ കൊടുക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചില്ല എന്നുള്ളത് അതിവിടെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം സുരേഷ് ഗോപി തൻ്റെ അധ്വാനത്തിൽ നിന്ന് എടുക്കുന്ന പണം കൊണ്ട് മറ്റുള്ളവർ സഹായിക്കുന്ന വ്യക്തി ഈ വന്നപ്പോൾ അവിടെ അത് BJPക്കാരായിരുന്നില്ല എന്ന ജാഥയിൽ അണിനിരുന്നവരൊക്കെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരടക്കം നിന്ന് 10,000-കണക്കിന് ആളുകളാണ് അന്ന് ആ സുരേഷ് ഗോപിയുടെ പിന്നിൽ അണിനിരുന്നത്. അത് കേവലം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി BJP സംഘടിപ്പിച്ചല്ല, ഈ സഹകാരികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ പറയുമ്പോൾ കൂട്ടി പറയാനും, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം BJPയുടെ ബൂത്ത് പ്രസിഡന്റുമാരുടെ യോഗത്തിലും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ, പറഞ്ഞല്ലോ കേരളത്തിൽ ഏത് സഹകരണ സ്ഥാപനങ്ങളിൽ തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ ആ തട്ടിപ്പ് നടത്തി ഒരു രക്ഷപ്പെടുന്നില്ല മാത്രമല്ല തട്ടിയെടുത്ത പണം അവർക്ക് ED കൊണ്ടോ മറ്റ് കേന്ദ്ര ഏജൻസികളോ അന്വേഷിച്ചുകൊണ്ട് കണ്ടെത്തിക്കൊണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ട നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കൊടുപ്പിക്കുന്ന പ്രധാനമന്ത്രി ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന് ആലത്തൂരിൽ MP പ്രൊഫസർ സരസിനോടും പ്രധാനമന്ത്രി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പൊതുസമൂഹം നല്ല രീതിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ പറയട്ടെ. ഇതിപ്പോൾ ഒപ്പം തന്നെ നമ്മളിപ്പോൾ ഈ തൃശ്ശൂർ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് CPMൻ്റെ നേതൃത്വത്തിലുള്ള LDFും കോൺഗ്രസിന് നേരെ UDFും തട്ടിപ്പ് കേന്ദ്രമായിരിക്കുന്നത്. ഇപ്പോൾ പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് 10 കൊല്ലമായി അവിടെ തട്ടിപ്പ് നടത്തിയിട്ട് അവിടെ 70 കോടിയുടെ തട്ടിപ്പാണ് നടത്തിക്കുന്നത്. ഇപ്പോൾ ഈ 18-ാം തീയതി അവിടെ സമരമാണ്. അവിടെ ഞങ്ങൾ നേതൃത്വത്തിൽ സമരം ചെയ്യാൻ വേണം, BJP സഹകരണ സമരം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇതുവരെ പൈസ അവർ കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഈ UDF തട്ടിയെടുത്ത പണം അവർക്ക് ആ പേര് കൊണ്ട് അധികാരത്തിൽ വന്ന LDF ഭരണസമിതി ഈ പൈസ കൊടുത്തില്ലെന്ന് മാത്രമല്ല ഈ തട്ടിപ്പുകാർക്കെതിരെ യാതൊരു നിയമ നടപടി സ്വീകരിക്കാതെ അവരെ സംരക്ഷിച്ച് പോരുന്ന അവസ്ഥയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവിടെ ചെല്ലുന്ന നിക്ഷേപകരോടും നിങ്ങൾ പലിശ വേണ്ടെന്ന് എഴുതി തരികയാണെങ്കിൽ അത്തരം ആളുകളിൽ നിന്ന് നറുക്കിട്ടെടുത്തുകൊണ്ട് 25,000 രൂപ മാത്രം കൊടുക്കുന്നതാണ് പുത്തൂർ കണ്ടുവരുന്നത്. തുമ്പൂര് പൈസ ഇല്ലാണ്ട് അടച്ചു പൂട്ടിപ്പോയി അഡ്മിനിസ്ട്രേറ്ററുടെ പറഞ്ഞിട്ട്. ഇത് രണ്ടും കോൺഗ്രസിൻ്റെയാണ്. ഇതിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഒരു 10 ദിവസം മുന്നേ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ മാർച്ച് നടത്തി. അത് പറപ്പൂക്കര പഞ്ചായത്ത് പട്ടികജാതി സഹകരണ സംഘടന, അത് CPI തനിച്ച് നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ്. അവിടെ MK കണ്ണനൊക്കെ നിരന്തരം അവിടെ വന്നു പോകുന്നു എന്ന് അവിടെ നിക്ഷേപകർ പറയാറുണ്ട്, ഞങ്ങൾക്ക് തെളിവില്ല. പക്ഷേ അത്തരം ഒരു സാഹചര്യം ഒരു 5 കോടിയോളം രൂപ അവിടെ നിക്ഷേപകരിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് സംഘടിപ്പിച്ചിട്ട് ആ ഷട്ടർ പൂട്ടി. നിരന്തരം ഇവിടുത്തെ സഹകാരികൾ സമരം ചെയ്തുകൊണ്ടിരുന്ന പ്രതിനിധി കണ്ടു. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ബന്ധപ്പെട്ടവരെ മുഴുവനും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടും പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. ഇന്നലെ വാർത്ത വന്നിട്ടുണ്ട്, അവിടുത്തെ ഈ പട്ടികജാതി സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് ജയലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ തന്നെ അവർ വിളിച്ച് പറഞ്ഞൊരു സമരം നടത്തിയ ആളിനെ അല്ലല്ല, സമരം ഈ പണം തട്ടിയെടുത്തില്ല മേഡം, 5 കോടി തട്ടിയെടുത്തില്ല. ആ തട്ടിയെടുത്ത സംഘത്തിന്റെ പ്രസിഡന്റാണ് ജയലാൽ. അയാൾ CPIയുടെ നേതാവാണ്. അപ്പോൾ CPIയുടെ നേതാവിനെ പിന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ച് BJPയുടെ സഹകരണ സെല്ല്, അവിടുത്തെ മണ്ഡലം സഹകരണ സെല്ലിൻ്റെ കൺവീനർ ബൈജു, അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് അരുൺ തുടങ്ങിയ BJP നേതൃത്വം, പിന്നെ ഞങ്ങൾ BJPയുടെ ജില്ലാ സഹകരണ സെല്ലിൽ ഞങ്ങൾക്ക് ഇടപെട്ട് നടത്തിയ സമരത്തിൻ്റെ വിജയമായിട്ട് ഇപ്പോൾ പ്രസിഡന്റ് ആ CPIയുടെ നേതാവും ആ തട്ടിപ്പ് നടത്തിയ സംഘത്തിൻ്റെ പ്രസിഡന്റായ ജയലാലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ മാത്രം പോരാ, മറ്റുള്ള പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്ത് അവർ സ്ഥാവര ജംഗമ വസ്തുക്കൾ പിടിച്ചെടുത്തുകൊണ്ട് ഈ സഹകാരികൾ കൊടുക്കുന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ വിജയം അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ CPI. ഇനിയിപ്പോൾ ഈ കരുവന്നൂർ CPM, അതുപോലെ തന്നെ കുട്ടനല്ലൂർ 21,000 പേര് നിക്ഷേപണം, ഏകദേശം ഒരു 100 കോടിയിൽ മേലെ അവിടെ തട്ടിപ്പുണ്ട്. അത് CPM ആണ്. ഏരിയ സെക്രട്ടറി KP പോളിന് നേരിട്ട് പങ്കിടുന്ന ആരോപിക്കപ്പെടുന്ന ഒരു സംഘമാണ് കുട്ടനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്. അവിടെ പ്രക്ഷോഭങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ആ സമരത്തിൻ്റെ ഉദ്ഘാടനം ചെയ്തത് ഞാനാണ് കഴിഞ്ഞ ദിവസം. ആ സമരം വരും ദിവസം ശക്തിപ്പെടും. അവർ പ്രധാനമന്ത്രി ഉറപ്പ് ഇവിടുത്തെ പൊതുജനങ്ങൾ, ഞാൻ പറയപ്പോൾ കരുവന്നൂർ ഒരു 30,000 കസ്റ്റമേഴ്സ് ഉണ്ട്, ഡെപ്പോസിറ്റേഴ്സ്. കുട്ടനല്ലൂർ ഏകദേശം 21,000 ഉണ്ട്. പുത്തൂർ ഒരു 20,000 ഉണ്ട്. നന്ദിക്കര ഒരു 1000 കസ്റ്റമേഴ്സ് ഉണ്ടാവും. തുമ്പൂർ 2,000. ഓട്ടോ സഹകരണ സംഘം ഇവിടെ ഇരിങ്ങാലക്കുട CPMൻ്റെ ഏരിയ സെക്രട്ടറി നേതൃത്വം കൊടുക്കുന്ന ഓട്ടോ സഹകരണ സംഘം അവിടെ 2.5 കോടിയുള്ള 25 ലക്ഷം വെച്ച് കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഉൾപ്പെടെ CPM ഭരിക്കുന്ന മുഴുവൻ സംഘങ്ങളിൽ നിന്ന് 25 ലക്ഷം വെച്ച് മേടിച്ച് 2.5 കോടി ഡെപ്പോസിറ്റ് മുഴുവനും ഒറ്റ വിഡ്രോവൽ എടുത്തിട്ട് എന്തിനാ ചിലവാക്കുന്ന ഒരു പിടുത്തം ആർക്കുമില്ല. ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം ഇടപെട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJPയുടെ ടൗൺ ജനറൽ സെക്രട്ടറി ബൈജു കൃഷ്ണദാസ് അതിന് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൽ പ്രതിയായിട്ട് വരുന്നത് CPMൻ്റെ ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി VM മനോജ് എന്ന സഖാവാണ്. അപ്പോൾ അവിടെ ഒല്ലൂർ KP പോൾ എന്ന സഖാവ് ഏരിയ സെക്രട്ടറിയാണ്. ഇവിടെ ഇവിടെ ചുക്കാൻ പിടിച്ച് CPMൻ്റെ ജില്ലാ സെക്രട്ടറിയായിട്ട് അംഗമായിരുന്ന CK ചന്ദ്രനാണ് കരുവന്നൂർ തട്ടിപ്പിന് നേതൃത്വം. പുത്തൂർ ഞാനില്ലേ ജയലാൽ CPIയുടെ നേതാവാണ്. അപ്പോൾ CPIയുടെ നേതാവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോൾ സ്വാഭാവികമാണ് CPIയുടെ നേതൃത്വം, പ്രത്യേകിച്ച് സുനിൽകുമാർ
പ്രതികരിക്കണം. അത് പ്രതികരിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പൊതുസമൂഹത്തോട് നിങ്ങളുടെ ചാനൽ വഴി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. സുനിൽകുമാർ ഈ അറസ്റ്റിനെ കുറിച്ച് പ്രതികരിക്കണം. സുനിൽകുമാർ പ്രതികരിക്കണം. എന്താണ് പറയാനുള്ളതെന്ന് ഞാൻ ചോദിക്കട്ടെ. ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ഇപ്പൊ സമരങ്ങൾ ശക്തമാക്കുന്നു, സാമ്പത്തിക തട്ടിപ്പിന് ഇരയായവരെ സഹായിക്കാനായി BJP രംഗത്തെത്തുന്നു. ഇതൊരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ നേട്ടം മുതലെടുപ്പാണ് എന്ന് എതിരാളികൾ പറഞ്ഞാൽ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? രാഷ്ട്രീയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും എതിരാളികൾക്ക് രക്ഷപ്പെടാനുള്ളൊരു ഒരു പ്രചരണ തന്ത്രം അത് മാത്രമാണല്ലോ. അതിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഉപയോഗിക്കുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ. കരുവന്നൂർ ഞാൻ പറഞ്ഞല്ലോ, 2 decades 2 ദശകങ്ങൾ കഴിഞ്ഞു എൻ്റെ സമരത്തിൻ്റെ പോരാട്ടം കഴിഞ്ഞിരിക്കണം. പുത്തൂർ ഇന്നലെ തുടങ്ങിയതല്ല, അവർ 10 വർഷമായി. അവർ 2 കൂട്ടർ CPM ആയാലും CPI ആയാലും സംഘടിച്ചിട്ട് UDF സംഘടിച്ച് ഒത്തു കളിച്ചിട്ട് നിക്ഷേപരെ വഞ്ചിക്കാറുന്നു. അവിടെ ഇപ്പോൾ BJP 10 കൊല്ലമായല്ലോ, അവിടെ ആരുണ്ടായില്ലോ. ഞങ്ങളാണല്ലോ സമരം ഏറ്റെടുത്തിട്ട് ഇപ്പോൾ അവർക്ക് ആശ്വാസം കൊടുക്കുന്നത്. നന്ദിക്കര ആരുണ്ടായില്ലോ, BJP ആണല്ലോ ഇപ്പോഴല്ല ഏറ്റെടുത്ത്. ഈ സമരം അവിടെ തുടങ്ങി 4-5 കൊല്ലമായി. ഞങ്ങൾ തന്നെയാണ് നിയമപോരാട്ടത്തിന് പിന്നിൽ. അപ്പോൾ രാഷ്ട്രീയ സമരമല്ലേ, തെരഞ്ഞെടുപ്പ് വരുമ്പം അതിപ്പോഴുള്ള തെരഞ്ഞെടുപ്പ് വരുന്നുള്ളൂ. ഇതിനേ മുന്നേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്റ്റഡീഡ് ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് അവിടുത്തെ നിക്ഷേപരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സമരസമിതിയും പ്രക്ഷോഭങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഈ ആശ്വാസവാക്ക് കിട്ടിയപ്പോൾ BJPയുള്ള അനുഭവം ഇപ്പം ഞാൻ പറയും, ഇത്രയും സംഘങ്ങളുടെ പേരിലും ഏകദേശം ഒരു 75,000 നിക്ഷേപരെയാണ് ഞങ്ങൾ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് സ്വാധീനിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് CPIൻ്റെ നേതൃത്വത്തിൽ, നേരത്തെ പറഞ്ഞില്ല, CPIൻ്റെ നേതൃത്വത്തിലുള്ള LDFും കോൺഗ്രസ് നേതൃത്വത്തിൽ UDFും ഇവിടെ സംഘടിച്ച് കൊള്ളാടൊക്കെ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് സാംസ്കാരിക കേന്ദ്രമാണ് തൃശ്ശൂരെങ്കിലും സാധാരണ തട്ടിപ്പിൻ്റെ കേന്ദ്രമായിട്ട് CPM-ഉം കോൺഗ്രസും തൃശ്ശൂരിനെയാണ് കേന്ദ്രമാക്കിയത്. അപ്പോൾ ഈ തട്ടിപ്പുകാർക്കെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ സമരത്തിൻ്റെ കേന്ദ്രമായിട്ട് BJP തൃശ്ശൂരിന് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ കൊള്ളക്കാർക്കെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കാനുള്ള കേരളത്തിലെ ഒരു കേന്ദ്രമായിട്ട് BJPയിലെ സഹകരണ സെല്ലും ഇതിനെടുത്തിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്രം തൃശ്ശൂരാണ്. അപ്പോൾ 75,000 നിക്ഷേപത്തിൽ ഏകദേശം 2 ലക്ഷത്തോളം അതിൻ്റെ ആശ്രിതർ ഉണ്ടായിരിക്കും. അത്രയും ആൾക്കാർ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ പ്രഖ്യാപനം ഉൾപ്പെടെ BJPക്ക് അനുകൂലമായ ട്രെൻഡ് ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി കരുവന്നൂർ വിഷയം മാത്രമല്ല ഇത്തരം സംഘങ്ങളിലെ നിക്ഷേപകർക്ക് അടക്കം പൈസ കിട്ടും എന്നുള്ള പ്രതീതി ജനിപ്പിച്ചതുകൊണ്ടും ഞങ്ങൾക്കത് കഴിഞ്ഞതുകൊണ്ടും അവർക്കത് ബോധ്യപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഈ സഹകരണ മേഖല പ്രശ്നം തന്നെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ തന്നെ ഇതിൽ തന്നെ ഏകദേശം 2 ലക്ഷം നിക്ഷേപകർ എന്ന് പറഞ്ഞല്ലോ, ആശ്രിതരടക്കം 75,000 നിക്ഷേപകരിൽ കുടുംബങ്ങൾ, ആശ്രിത കുടുംബങ്ങളടക്കം 2 ലക്ഷത്തിൽ ആൾക്കാർ വോട്ടർമാർ ആ രീതിയിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും, മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യും. അത് ജാതി മതം നോക്കണ്ടല്ലോ. ഇത്തരം നിക്ഷേപരെന്ന് പറയുന്നത് BJPക്കാരല്ല, അതിൽ മെജോറിറ്റി CPM-ഉം കോൺഗ്രസ്സാണ്. അപ്പോൾ അത്രയും വോട്ടുകൾ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് വരാൻ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തന്നെ സുരേഷ് ഗോപി വൻ വിജയത്തിന് സാധ്യത വരെയാണ്. അവിടെ BJP രാഷ്ട്രീയ തന്ത്രം നോക്കിയിട്ടുള്ള നിലപാടുകളുള്ളത്. ഒരു സഹകാരികളും സാധാരണ പ്രസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് കോടിച്ചന്മാർക്ക് സാധ്യതയുണ്ട്. എപ്പോഴും കയറി ചെല്ലാൻ പറ്റുന്നു. അവർക്ക് ചികിത്സയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബത്തെ ആവശ്യം കയറി ചെന്ന് പൈസ കിട്ടുമെന്ന് മേഖലയാണ് സഹകരണ മേഖല. ആ സഹകരണ മേഖല പ്രസ്ഥാനം നിലനിൽക്കേണ്ടത് ഇവിടുത്തെ പൊതുജനങ്ങളുടെ സാധാരണക്കാരുടെ ആവശ്യമാണ്. അത് മുൻനിർത്തിക്കൊണ്ട് BJP അവർക്ക് വേണ്ടി നിലകൊള്ളുന്നത്. അപ്പോൾ ഇവർ കരുവന്നൂർ ഉയർത്തി കാട്ടിക്കൊണ്ട് സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്ന LDF കേരളം എമ്പാട് പ്രചരണം നടത്തുന്നത് ശുദ്ധ തട്ടിപ്പാണ്. അവർ ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദേശദ്രോഹ പ്രവർത്തനം നടത്തി സ്വകാര്യ സ്വത്ത് സമ്പാദിച്ച് കോടീശ്വരമായി വരുന്ന CPM CPI കോൺഗ്രസ് നേതാക്കൾ കണ്ടുവരുന്നു. കണ്ടല CPI ആണ് ഇവിടെ പുത്തൂർ CPI നേതാവ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. കരുവന്നൂർ PD നടപടി ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ അടക്കം PK ബിജുവിനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. ഈ AC മൊയ്തീൻ്റെ പേരൊക്കെ കേൾക്കുമ്പോൾ ഈ EDയുടെ അന്വേഷണം ശക്തമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിന്ന് പാഞ്ഞ് കരുവന്നൂരിലേക്ക് എത്തി. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ റോൾ എന്താണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അല്ലെങ്കിൽ ഈ സഹകരണ ബാങ്കുകളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്? സത്യത്തിൽ കേരള മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് സഹകരണ വകുപ്പ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇങ്ങനെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് കഴിയില്ല. പക്ഷേ അദ്ദേഹം തിരക്കിട്ട് വന്നുകൊണ്ട് ഈ MK കണ്ണനെയും AC മൊയ്തീനെയും MM വർഗീസിനെയും തുടങ്ങിയ നേതാക്കന്മാരെ കണ്ടു എന്നത് പൊതുസമൂഹത്തിൻ്റെ ഇടയ്ക്ക് പല സംശയങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അദ്ദേഹം അതിൽ പങ്കുണ്ടെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. കാരണം അദ്ദേഹം തീരുമാന നിലപാട് സ്റ്റാർട്ടിങ്ങിൽ എടുത്തൊരു വ്യക്തിയാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യം എനിക്കറിയാം. അത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പറയുന്നതല്ല, നമ്മളതിൻ്റെ സത്യാന്ത നിലയ്ക്ക് പറയുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് പിന്നീട് വിവിധ സംശയങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. പിണറായി വിജയൻ തുടക്കത്തിലെടുത്ത നിലപാട് എന്തായിരുന്നു ഇക്കാര്യം? പിണറായി വിജയൻ തുടക്കത്തിലെടുത്ത നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൽ തട്ടിപ്പ് നടത്തിയ മുഴുവൻ ആൾക്കാരെ നിയമ നടപടി സ്വീകരിക്കുന്നതന്നെ ശക്തമായ നിലപാട് തന്നെയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അതാണ് എനിക്കറിയാൻ കഴിഞ്ഞു. ഇപ്പോഴും ഞാനത് തന്നെ പറയുന്നുള്ളൂ. അപ്പോൾ ഇപ്പം തിരിച്ച് അത് വന്നപ്പോഴാണ് ഇങ്ങനെ സംശയങ്ങൾക്ക് വഴി വെച്ചിരിക്കുന്നത്.
ഇനി എന്താണ് ഈ ഒരു കാര്യത്തിൽ BJPയുടെ ഈ തട്ടിപ്പിനിരയായവർക്ക് പണം തിരിച്ചു കിട്ടുമോ അതോ അവരുടെ പണം നഷ്ടപ്പെടുമോ? എന്താണ് BJP ജയിച്ചു വന്നാൽ കുറെ വാഗ്ദാനങ്ങൾ ഈ കരുവന്നൂരിലേക്ക് നൽകിയിട്ടുണ്ട്, പ്രധാനമന്ത്രി തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ എന്താണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്? അല്ലെങ്കിൽ ഈ കരുവന്നൂർ മാത്രമല്ല, ഈ സഹകരണ ബാങ്കിൽ നിന്ന് തട്ടിപ്പിനിരയായവർക്കൊക്കെ പണം തിരിച്ചു കൊടുക്കാൻ ഏത് വഴികളാണ് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്? ഇപ്പോൾ ഞാൻ മേഡം പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ കരുവന്നൂർ മാത്രമല്ല, ഇപ്പോൾ പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രഖ്യാപനം നടത്തിയെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു വിശ്വാസം ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും വന്നിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ പേര് നഷ്ടപ്പെട്ട പണം കിട്ടില്ല എന്ന് വിചാരിച്ച പണം കിട്ടുന്നൊരു ബോധ്യം വന്നിട്ടുണ്ട്. ഇത് ഇതിൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ പോകുന്നത്. 80 കോടി ഇതിനകം എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്മെൻറ്റ് ഓർഡർ PMLA കോടതിക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഈ ഇത്തരം ആളുകളെ തന്നെ വഞ്ചിക്കപ്പെട്ട നിക്ഷേപകരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു യോഗം ഞങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഇവിടുത്തെ പാർട്ടി BJPയുടെ മണ്ഡലം സെക്രട്ടറി ജോജൻ്റെ ഹാളിലാണ്. ഇതെന്താ ഇടപെടുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ CPMൻ്റെ ആളുകളും അവർ ഉപയോഗപ്പെടുത്തിയ ഇലക്ഷൻ്റെ കമ്മീഷൻ്റെ 2 സ്കൂൾ വെച്ചിട്ട് ആ യോഗം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടു. കാരണം യോഗം നടത്തുന്ന വെച്ചാൽ അത് രാഷ്ട്രീയമല്ല. കാരണം കാലങ്ങളായി നടന്നു വരുന്ന ഒരു നിയമ നടപടികളുടെ ഭാഗമായിട്ട് അത് ഫയൽ ചെയ്യാനാണ്, കോടതി നടപടികളുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണത്, ഫയൽ ചെയ്യാനാണ്. ആ സാധനം നടത്തിയില്ല. അപ്പോൾ അത് ED പിടിച്ചെടുത്ത പണം ഒരു കാരണവശാലും ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് വഴി തിരിച്ച് കൊടുക്കരുതെന്നുള്ള ദുഷ്ടലാക്ക് വെച്ചിട്ടാണ് അന്ന് ആ സംഘടിപ്പിച്ച ആ നിക്ഷേപ സംഗമം ഇവർ പൊളിച്ചത്. അത് അതിൻ്റെ ഉത്തരവാദിത്വം മെയിനായിട്ട് CPIക്കും CPMനാണത്. അപ്പോൾ ഒരു കാരണവശാലും ഇപ്പോൾ ഇലക്ഷൻ വരെ ഇപ്പോൾ ഇവിടെ ഓടിച്ചിട്ട് ഒരു പൈസ കൊടുക്കും, അത് കഴിഞ്ഞ് നിൽക്കും. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പണം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പണം കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞപ്പോൾ അവർ അവിടെ നിന്നൊക്കെ മറ്റ് സൊസൈറ്റിക്ക് മേടിച്ച് കുറച്ച് പൈസ കൊടുക്കുന്നത് ഈ ഇലക്ഷൻ കഴിയുന്നവരെയാണ്. ഇലക്ഷൻ കഴിയുന്നതുള്ളൂ, അത്രയും ഉണ്ടാവുള്ളൂ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് ഒരു 10 പൈസ പോലും ഈ പാവപ്പെട്ട നിക്ഷേപകർ കിട്ടരുന്നുള്ള ആ ദുഷ്ടലാക്ക് വെച്ചിട്ടാണ് അന്ന് ഞങ്ങൾ നിക്ഷേപകരെയൊക്കെ വിളിച്ചു കൂട്ടി നമുക്ക് വേണ്ട നിയമസഹായം ചെയ്തതിന് വേണ്ടി വിളിച്ചു കൂട്ടി യോഗം പൊളിപ്പിച്ചത്. അത് മറ്റേ ഇലക്ഷൻ കമ്മീഷന് വയലേഷൻ ആവില്ല. ഇവർ കട്ടെടുത്ത പണം ബഹുമാനപ്പെട്ട കോടതി വഴി എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ അറ്റാച്ച് ചെയ്ത പ്രോപ്പർട്ടി ലേലം ചെയ്ത് കിട്ടുന്ന പണം ഇവരൊക്കെ വഴി കൊടുക്കുന്നത്. കരുവന്നൂർ ബാങ്കിൽ ഇവരൊക്കെ വഴി കൊടുക്കുന്ന നിയമ നടപടികളാണ്. ഞാൻ പറഞ്ഞു ഇത്രയും ഉള്ള ആ പ്രൊസീജിയറോ ലീഗൽ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടാണ്. അതെങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ വയലേഷൻ ആവില്ല. എന്നിട്ടും അത് പൊളിച്ചു. ഒരു കാരണവശാലും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ കരുവന്നൂരിൽ പണം കിട്ടരുന്നുള്ള ദുഷ്ടലാക്കി വെച്ചുകൊണ്ടാണ് ആ സമയം പൊളിച്ചത്. എന്തെങ്കിലും ഞങ്ങളിപ്പോൾ ഇത് വേണ്ട രീതിയിൽ അവർക്ക് ഇടപെട്ടുകൊണ്ട് ഈ നിക്ഷേപർ മുഴുവൻ ആൾക്കാർക്കും അർഹതപ്പെട്ട രീതിയിൽ ED പിടിച്ചെടുക്കുന്ന ഫണ്ട് കൊടുക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കും. അതിപ്പോൾ BJPയുടെ നേതൃത്വമൊക്കെ തന്നെ ഇതിന് സപ്പോർട്ടാണ്. അനീഷ്, ജില്ലാ പ്രസിഡന്റ് അനീഷ്, ഇവിടെ ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട, ഇവരെ ശക്തമായ രീതിയിൽ ഈ കരുവന്നൂർ ഈ സമരത്തിൽ പിന്തുണ നൽകിയത് കൊണ്ട് മാത്രമേ കേരളത്തിൽ ഇത്ര വൈറലായത്. അപ്പോൾ BJP രാഷ്ട്രീയ നേതൃത്വം എപ്പോഴും ഒരു കോംപ്രമൈസും തയ്യാറാത്ത ശക്തമായിട്ട് ഇവരുടെ പണം കിട്ടുന്നവരെ അവസാനം വരെ ഇവരൊപ്പം നിൽക്കും. അതിൻ്റെ അന്തിമ സ്റ്റേജ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി പ്രഖ്യാപനം വന്നതോടുകൂടി PMLA കോടതിയിൽ ഞങ്ങൾ കേസ് ഫയൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അക്കൗണ്ടിലേക്ക് നേരിട്ട് പൈസ കിട്ടും. ഈ പഴയ സഖാവ് ഇപ്പോൾ BJPയിലേക്ക് വരുന്നു, കോൺഗ്രസ്സുകാരെല്ലാം ഇപ്പോൾ BJPയിലേക്ക് വരുന്നു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എതിർ കക്ഷികൾ തന്നെ പറയുന്നു സ്ഥാനവും പണവും ഒക്കെ കൊടുത്തുകൊണ്ടാണ് പലരെയും BJPയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ പത്മജ വേണുഗോപാൽ തന്നെ തലതൊട്ടപ്പനായ ലീഡറിൻ്റെ മകളാണ്, BJPയിലേക്ക് വരുന്നു. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഒരു സഖാവായി ജനിച്ച് ആ ഒരു പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ച MV സുരേഷ് എന്തുകൊണ്ട് BJPയിലേക്ക് പെട്ടെന്ന് ആണ് എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും BJPയിലേക്കുള്ള ഒരു വരവ് അതെങ്ങനെയായിരുന്നു? മാത്രമല്ല മറ്റൊരു ചോദ്യം അതിനോടൊപ്പം തന്നെ, ഈ ഒരു കാര്യങ്ങൾ ഈ തട്ടിപ്പൊക്കെ പുറത്തു വന്നതിന് ശേഷം ഈ CPMൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായ ഭീഷണികൾ, അത്തരത്തിലുള്ള ദ്രോഹപരമായ കാര്യങ്ങൾ, അതൊക്കെ എങ്ങനെയായിരുന്നു? സത്യത്തിലെ ഞാൻ ശരിക്കും DYFI 1983 സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം തൊട്ട് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ SFIയുടെ പ്രവർത്തനം നടന്നു. അതിന് ലീഡർഷിപ്പിൽ വന്നിട്ട് ക്രൈസ്റ്റ് കോളേജിൽ ലീഡർഷിപ്പിൽ വന്നിട്ടുണ്ട്. പിന്നെ ഡിഗ്രി പഠിക്കുമ്പോൾ ഇവരിവിടെ സീറ്റ് തന്നില്ല, നാട്ടിക അസംബ്ലിയുടെ BCom പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ തന്നെ ഈ ആശയപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് ആശയമായിട്ട് മാനസികമായിട്ട് അറ്റാച്ച് വന്നു. സ്കൂൾ രാഷ്ട്രീയം തൊട്ടേ ഉണ്ട്. പിന്നീട് വന്നപ്പോൾ DYFIയുടെ പഞ്ചായത്ത് സെക്രട്ടറി, ബ്ലോക്ക് കമ്മിറ്റി മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ ചുമതല വന്നിട്ടുണ്ട്. CPM ബ്രാഞ്ച് സെക്രട്ടറി ഒരു 25 കൊല്ലം, ഒരു 9 കൊല്ലം ലോക്കൽ കമ്മിറ്റി മെമ്പർ, പാർട്ടിക്ക് വേണ്ടി ഒരു 6 ദിവസം ജയിലിൽ ഗോതമ്പള്ളി നിന്നുണ്ട്, ഈ സെൻട്രൽ ജയിലിൽ. അത് പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ സമരം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് സമരം നടത്തേണ്ട ഭാഗമാണ്, അല്ല വേറെ ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ പാർട്ടിക്ക് സഫർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിപ്പിച്ച ആ പ്രത്യയശാസ്ത്രമല്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഈ ജാതി രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റുകാർക്കില്ല. പിന്നെ എന്തിനാണ് PKS എന്ന ദളിത് സംഘടന രൂപീകരിച്ചിരിക്കുന്നത്?
അത് ശരിക്കും CPM അങ്ങനെ ആ ഒരു സംഘടന രൂപം കൊടുക്കാൻ പാടില്ല. തൊഴിലാളി വർഗ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന് PKS പോലുള്ള ഒരു ജാതി സംഘടന ദളിത് സംഘടന രൂപീകരിക്കുന്ന അതിന് തെറ്റാണ്. പിന്നെ ലിബറലിസം LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഇതിൻ്റെ വക്താക്കളാക്കിയിട്ട് ഇടതുപക്ഷത്തിലെ നേതാക്കൾ മാറി എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട കോടിയേരിയുടെ കയ്യിൽ തന്നെ പിണറായി വിജയൻ്റെ മക്കളൊക്കെ തന്നെ ഇങ്ങനെ ആരോപണങ്ങളിലും മറ്റ് കോടതി നടപടികളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേതാക്കൾ സ്വന്തം കുടുംബങ്ങളിൽ പോലും ആ കമ്മ്യൂണിസ്റ്റ് ആശയം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അണികളിലും അതിൻ്റെ സാരം ബാധിച്ചു എന്നുള്ള ഇപ്പോൾ തട്ടിപ്പോൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുത്തൻ സാമ്പത്തിക നയങ്ങൾ എന്നും എതിർത്തുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ പുത്തൻ സാമ്പത്തിക നയങ്ങൾ തൊഴിലാളി വർഗ്ഗങ്ങളെ വെച്ചുകൊണ്ട് അത് ലീഡർഷിപ്പിൽ നിന്നുകൊണ്ട് അത് സ്വന്തം ജീവിതത്തിൽ പ്രവർത്തിയാക്കിയിട്ട് സ്വകാര്യ സ്വത്ത് സമ്പാദിക്കൽ പ്രവണത കണ്ടു തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ നേതൃത്വം നിലയ്ക്ക് മോദി നേതൃത്വം കൊണ്ട് BJPയിലേക്ക് ഞാൻ മാറാനായിട്ട് ഞാൻ തീരുമാനം എടുത്തത്. മോദിയുടെ ഗ്യാരണ്ടി കരുവന്നൂരിൽ തട്ടിപ്പിനിരയായവർക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ സഹകരണ മേഖലയിൽ സാമ്പത്തികമായി തട്ടിപ്പിനിരയായ ജനങ്ങൾക്ക് മുഴുവനുള്ളതാണ് ആ ഗ്യാരണ്ടി. അത് കൃത്യമായി നടപ്പിലാക്കുക തന്നെ ചെയ്യും BJP എന്നാണ് സുരേഷ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറമാൻ രാജീവ് ആയാപ്രമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യ ശേഖരൻ.